കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നിലവിൽ കേരളത്തിൽ ലഭിക്കുന്ന DTH കമ്പനികളിൽ ഏറ്റവും കൂടുതൽ മലയാളം ചാനൽ കൊടുക്കുന്നത് ടാറ്റ പ്ലേ ആണ്. മലയാളം ചാനൽ കൊടുക്കുന്നത് മാത്രമല്ല, നിലവിൽ ഇറങ്ങിയ ബോക്സുകളിൽ ടാറ്റ പ്ലേൻ്റെ ഈ കിട്ടുന്ന ചാനലുകളൊക്കെ ക്ലാരിറ്റി നോക്കിയാലും അതുപോലെ തന്നെ എല്ലാ പുതിയ സംരംഭം ആരംഭിക്കുന്നത് ടാറ്റ പ്ലേ തന്നെയാണ് DTHൻ്റെ ഫീൽഡിൽ. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ മലയാളം ചാനലും അതുപോലെ തന്നെ ഇതിൽ വന്ന ചാനലുകൾ അങ്ങനെ റിമൂവായി പോകാറില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എയർടെൽ ഡിജിറ്റൽ TVയിലൊക്കെ ഒരുപാട് ചാനൽ വന്നു, ഒരുപാട് റിമൂവായി പോയി. പല ആളുകളും ഇന്ന ചാനൽ അതിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ ചാനൽ കിട്ടാത്ത അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ടാറ്റ പ്ലേ എത്രയോ കാലം മുതൽ വന്ന ചാനലുകളൊന്നും ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അവർ ഉള്ളത് വെച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നും ചെയ്യാറ്. അങ്ങനെയാണ് അവരുടെ ഒരു രീതി ഇതുവരെ കണ്ടത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന ഭൂരിപക്ഷ ആളുകൾക്കും പുതിയ കണക്ഷനായിട്ട് ചോദിച്ച് വരുമ്പോൾ, ഡിഷില്ല, പുതിയ കേബിളാണ്, കേബിളിൽ നിന്ന് DTHയിലേക്ക് മാറണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ടാറ്റ പ്ലേയിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ടാറ്റ പ്ലേക്കുണ്ട്. 3000 രൂപയ്ക്ക് പുതിയ കണക്ഷൻ, 3000 രൂപ തന്നെ അവർ IDയിലേക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്, 2 ആൾക്ക് ലൈവ് TV ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, മൊബൈലിൽ കാണാം, ഒരു ചാനൽ ഒരു ദിവസം വേണമെന്നിട്ട് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അന്നത്തെ ചാർജ് മാത്രം പൈസ കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മലയാളം ചാനൽ ലിസ്റ്റിലേക്ക് പോവാം. HDയും HDയും ഒരുമിച്ചാണ്. ഒരുപക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്കും പുതുതായി ടാറ്റ പ്ലേ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മലയാളത്തിൻ്റെ ചാനൽ നമ്പർ സഹിതമാണ് ഞാനിതിൽ ചാനലുകളുടെ പേരും നമ്പറും ലോഗോവും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മറ്റുള്ള പല ആളുകൾക്കും ചാനൽ നമ്പർ അറിയാതെയൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഒരുപാട് ആളുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ ചാനലിൻ്റെ നമ്പറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, അമൃത, ഇതിൽ തന്നെ നമുക്ക് 2, 4, 6, 8 ചാനലുണ്ട്. പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ മഴവിൽ മനോരമ, അതുപോലെ ഇതിൽ ഷക്കീന TV എന്നുള്ളത് ക്രിസ്ത്യൻ ചാനലാണ്. അതുപോലെ പവർ വിഷന് വേണ്ടി ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, അതും ടാറ്റ പ്ലേയിൽ നിലവിലുണ്ട്. പിന്നെ നമുക്ക് ന്യൂസ് 80 കേരള, സി കേരളം, സൂര്യ, ഫ്ലവേഴ്സ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ്, സൂര്യ മ്യൂസിക്, സൂര്യ കോമഡി, ഇതൊക്കെ SD ചാനലാണ്. ചാനൽ എണ്ണം കൂട്ടുമ്പോൾ ഏഷ്യാനെറ്റ് 2 തന്നെ ആയിട്ടാണ് കൂട്ടുക. ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് HDയും രണ്ട് ചാനലായിട്ട് തന്നെയാണ് കൂട്ടുക. എല്ലാ DTHും അങ്ങനെ തന്നെയാണ്. നിലവിലിറങ്ങിയ DTHയിൽ 40ൽ കൂടുതൽ മലയാളം ചാനലുകൾ ലഭിക്കുന്നത് ടാറ്റ പ്ലേയിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഗോഡ് TV എന്നത് ക്രിസ്ത്യൻ ചാനലാണ്, ഹാർവസ്റ്റ് TV എന്നതും ക്രിസ്ത്യൻ ചാനലാണ്. ടോട്ടൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ചാനലുകൾ മലയാളത്തിൽ കൊടുക്കുന്നതും ടാറ്റ പ്ലേ ആണ്. ഹാർവസ്റ്റ് TV ഒന്നും ഭൂരിപക്ഷം DTHും കൊടുക്കുന്നില്ല. ആ ഒരു ചാനലൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ കൈരളി ന്യൂസ്, ജയ് ഹിന്ദ്, ജീവൻ TVയും ക്രിസ്ത്യൻ ചാനലാണ്. എല്ലാ മതപരമായ പരിപാടികൾ അതിലുണ്ടാവാറുണ്ട്. കൗമുദി TVക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. പക്ഷേ ഒരു DTHും എയർടെൽ DTHും ടാറ്റയും മാത്രമേ കൗമുദി കൊടുക്കുന്നുള്ളതാണ് എൻ്റെ അറിവ്. ബാക്കി ഒരു DTHിലും കൗമുദി TV ഒന്നുമില്ല. ന്യൂസ് മലയാളം 24 എന്നുള്ള പുതിയ ചാനൽ, രാജ് ന്യൂസ് മലയാളം, അതുപോലെ കപ്പ TV, VTV, DD മലയാളം. കപ്പ TV മാതൃഭൂമിയുടെ ഒരു മ്യൂസിക് ചാനലാണ്. സ്റ്റേജ് പ്രോഗ്രാം, സ്റ്റേജ് മ്യൂസിക് പരിപാടിയൊക്കെയാണ്. അത് നിലവിൽ ടാറ്റ പ്ലേയിൽ മാത്രമേ ഇതുവരെ DTH കമ്പനികൾ നിലവിലുള്ളൂ, മറ്റൊരു DTHിലും കാണാം. അതുപോലെ തന്നെ സഫാരി TV, സൂര്യ TV HD, സി കേരളം HD, ഇതിൻ്റെയൊക്കെ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ചെക്ക് ചെയ്യാം, സൂക്ഷിച്ച് വെക്കാം. ഓർമ്മയില്ലാത്ത ആളുകൾക്ക് അഥവാ ഇതുപോലെ അറിയാത്ത ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഏഷ്യാനെറ്റ് മൂവീസ് HD, ഏഷ്യാനെറ്റ് HD, രാജ് മ്യൂസിക് മലയാളം, അതിൻ്റെയൊക്കെ നമ്പറും കൂടി താഴെ കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മഴവിൽ മനോരമ HD. അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ 42 മലയാളം ചാനലുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ലാംഗ്വേജുകളുണ്ട്, അനിമലായി ബന്ധപ്പെട്ട കാർട്ടൂൺ ചാനലുകളൊക്കെ മലയാളത്തിൽ ലഭിക്കുന്നുണ്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്താൽ. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് മലയാളത്തിൽ നിന്ന് വന്നതല്ല. മറ്റുള്ള പല കമ്പനികൾ, പല സംസ്ഥാനങ്ങളിലെ ചാനലുകൾ തുടങ്ങിയിട്ട് അവരെ മലയാളം കസ്റ്റമേഴ്സിനെയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ അതിൽ ഓഡിയോ ലാംഗ്വേജ് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ മലയാളമായിട്ട് ഒഫീഷ്യലായിട്ട് ഇറങ്ങിയ ചാനലുകൾ മാത്രമാണ് ഇതിൽ കാണിക്കാൻ ശ്രമിച്ചത്. ഇനി അടുത്തതായി വേറൊരു DTHൻ്റെ മലയാളം ചാനൽ ലിസ്റ്റുമായിട്ട് ഇനി ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അതിൽ എല്ലാ DTHിൻ്റെതും കൊടുക്കുന്നതാണ്.